ഗൾഫിൽ ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പം രാവിലെ തന്നെ ഞാനൊരു ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇന്ന് ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മത്തങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മത്തങ്ങയും വൻപയറും കൂട്ടിയിട്ടുള്ള തോരന് വേണ്ടിയിട്ടാണ്. അപ്പം മത്തങ്ങയും വൻപയറും ഇട്ടുള്ള തോരനുണ്ടാക്കി. നിങ്ങളിങ്ങനെ മത്തങ്ങയും വൻപയറും ഇട്ട് തോരൻ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. സാധാരണ ഉണ്ടാക്കാറുണ്ട്. മത്തങ്ങ ഇല്ലാതെ ഞാൻ വൻപയർ വെച്ച് തോരൻ ഉണ്ടാക്കാറുണ്ട്. മത്തങ്ങയും ഇട്ടുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. നല്ലതാണ്. കഞ്ഞിക്കും അല്ലാതെ ചോറിനും ഒക്കെ നല്ലതാണ്. ഈവൻ ചപ്പാത്തിക്കും നല്ലതാണിത്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി. നമ്മുടെ മാങ്ങാ ചമ്മന്തിയാണ്. പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമാണ് മാങ്ങാ ചമ്മന്തിയും കഞ്ഞിയും പയറും ഒക്കെ വലിയ ഇഷ്ടമാണ് നമ്മുടെ വീട്ടിലെല്ലാവർക്കും. അത് കഴിഞ്ഞൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു ലെബനീസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബീഫ് ബിരിയാണിയും ചിക്കൻ ഗ്രില്ലും വാങ്ങിച്ചു കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. നല്ല ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറായിരുന്നു. ഇത്രയും നാളും ഞാൻ ബീഫ് ബിരിയാണി നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലേ കഴിച്ചിട്ടുള്ളൂ. ഇതൊരു ലെബനീസ് സ്റ്റൈലാണ്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തെനിക്ക്. അതെല്ലാം കഴിഞ്ഞ് ഔട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ മാക്ഡൊണാൾഡിൽ പോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു. നല്ല ചൂടുള്ള സമയമല്ലേ, അപ്പം നമ്മൾ ഈ ഹെവി ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഒരു ഐസ്ക്രീം തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം 12 മണി നെക്സ്റ്റ് ഡേ ആയി. എമ്മറ് വരുന്ന 12 മണിക്കാണ് നമ്മൾ ഐസ്ക്രീം കഴിക്കുന്നത്. അടുത്ത ദിവസമായി. അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഈ ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.